നമസ്കാരം. കേരളത്തിലെ വിവിധ മുന്നണികളും അതേപോലെ കക്ഷികളും അവരുടെ ഓരോരുത്തരും വിജയിക്കാവുന്ന സീറ്റുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടി ആദ്യം പുറത്തുവിട്ട 80 സീറ്റിൽ വിജയിക്കുമെന്നാണ് അവർ പുറത്തുവിട്ട. അതിൽ 61 സീറ്റ് ഉറപ്പായിട്ട് അവർ പറയുന്നു. CPI ആകട്ടെ 17 സീറ്റിലും അവർ CPI വിജയിക്കുമെന്ന് പറയുന്നു. 80 സീറ്റിൽ മൊത്തം LDF വിജയിക്കുമെന്നാണ് പറയുന്നത്. UDF ആകട്ടെ 80 സീറ്റിൽ വിജയിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ കണക്കൂട്ടുന്ന 20-22 സീറ്റ് ലീഗിന് കിട്ടും, 2-3-4 സീറ്റ് മറ്റു കക്ഷികൾക്കുള്ള, ബാക്കി സീറ്റുകൾ കോൺഗ്രസ് വിജയിക്കുമെന്നുള്ളതാണ് അവരെ കണക്കൂട്ടൽ. ഇതോടൊപ്പം തന്നെ പല ഇൻ്റലിജൻസ് സർവേ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഇൻ്റലിജൻസ് സർവേ പ്രകാരം 80 മുതൽ 85 സീറ്റ് വരെ UDF വിജയിക്കും എന്നുള്ളതാണ്. സമഗ്രമായ ഇൻ്റലിജൻസ് സർവേയാണ് ഇത്തവണ രഹസ്യ പോലീസ് കൊടുത്ത സർവേയാണ് പിണറായി വിജയൻ കൊടുത്തിട്ടുള്ളത്. കേന്ദ്ര ഇൻ്റലിജൻസ് സർവേ പ്രകാരം 89 മുതൽ 101 സീറ്റുകളോട് UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ BJP അവരുടെ സർവേ പുറത്തുവിട്ടിരിക്കുന്നു. അവരുടെ പാർട്ടി തലത്തിൽ നടത്തിയ അന്വേഷണങ്ങളുടെ ഫലമായി അവർ പറയുന്നത് 7 സീറ്റിൽ നിർബന്ധമായും വിജയിക്കും, അതോടൊപ്പം 12 സീറ്റ് വരെ നേടാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൽ അവർ പറയുന്നത് തിരുവനന്തപുരത്ത് 3 സീറ്റ് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. അതായത് കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന നേമം, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന കഴക്കൂട്ടം, VV രാജേഷ് മത്സരിക്കുന്ന വട്ടിയൂർക്കാവ് അവർ ഉറപ്പായും വിജയിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തിരുവനന്തപുരം അതേപോലെ കാട്ടാക്കട 2 നിയോജക മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്ത് എത്തുമെന്ന് കൃത്യമായിട്ട് അവർ വിലയിരുത്തുന്നു. ഇതോടൊപ്പം തന്നെ കൊല്ലത്തേക്ക് കിടക്കുമ്പോൾ ചാത്തന്നൂർ സീറ്റ് അവർ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. തൃശ്ശൂരിലേക്ക് കിടക്കുമ്പോൾ തൃശ്ശൂർ അവർ വിജയിക്കുമെന്ന്, സുരേഷ് ഗോപി വിജയിക്കുമെന്ന് കൃത്യമായി അവർ പറയുന്നു. അതേപോലെ പാലക്കാട് സീറ്റ് അവർ 2500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് പറയുന്നു. നേമത്ത് 10,000 to 15,000 വോട്ട് വരെ ഭൂരിപക്ഷത്തിനാണ് ജയിക്കുമെന്ന് പറയുന്നത്. അതേസമയത്ത് തൃശ്ശൂരിൽ 2,500 വോട്ടിന് ജയിക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം പാലക്കാട് 5,000 വോട്ടിന് വരെ വിജയിക്കാമെന്ന് അവർ കണക്കൂട്ടുന്നു. ഏതായാലും മഞ്ചേശ്വരത്ത് അവർ വിജയിക്കുമെന്ന് കൃത്യമായി പറയുന്നു. അതുപോലെ മലമ്പുഴയിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും അവർ വിലയിരുത്തുന്നു. കോഴിക്കോട് നോർത്തിൽ അവർ വിജയിക്കാൻ സാധ്യതയുണ്ട്. MT രമേശ് മത്സരിക്കുന്ന കോഴിക്കോട് നോർത്തിൽ അവർ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നു. ഇതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ വിജയിക്കുമെന്നുള്ള കണക്കൂട്ടലാണ് അവർ നടത്തുന്നത്. ഇതോടൊപ്പം ഇങ്ങനെ 7 സീറ്റുകളിൽ വിജയിക്കുമെന്നും മൊത്തം 12 സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും അവർ കണക്കൂട്ടുന്നു. ഇങ്ങനെ കണക്കൂട്ടുമ്പോൾ തന്നെ അവർ പറയുന്നത് ഇത്തവണ തൂക്ക് മന്ത്രിസഭയായിരിക്കും. അങ്ങനെ വന്നാൽ BJPക്ക് ഈ മന്ത്രിസഭയിൽ അധികാരം പിടിച്ചു വാങ്ങാൻ പറ്റും. അതിനുള്ള തന്ത്രങ്ങൾ BJPക്ക് അറിയാമെന്നുള്ളതാണ്. എന്തായാലും ഇത് ചെറുതായി നമുക്ക് കാണാൻ പറ്റില്ല. 2 തന്ത്രങ്ങൾ ഇത് ഇത്രയും സ്ട്രിക്റ്റായി പറയുമ്പോൾ തന്നെ നമ്മൾ അമിത്ഷായുടെ ഒരു തന്ത്രത്തെക്കുറിച്ച് നമ്മളിവിടെ വിലയിരുത്തേണ്ടി വരും. അമിത്ഷാ നേരത്തെ തന്നെ SNC ലാവ്ലിൻ കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നതിന് കാരണമായി നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും, അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല ഇടപാട് തുടങ്ങിയുള്ള കാര്യത്തിൽ നടക്കുന്ന NIA അല്ല കസ്റ്റംസ് കേസ്, എൻഫോഴ്സ്മെൻറ്റ് കേസ്, CBI കേസെല്ലാം നീട്ടി കൊണ്ടുപോയതിൻ്റെ കാരണം പിണറായി വിജയനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി അവരെ കൊണ്ട് ഇത്തവണ പിണറായി വിജയനെ കൊണ്ട് ചുരുങ്ങിയത് 25 സീറ്റുകളിൽ വിജയിപ്പിക്കണമെന്നുള്ള തന്ത്രമാണ് അവർ പ്ലാൻ ചെയ്തത്. അത് പ്രകാരം 25 സീറ്റിലല്ലെങ്കിലും ഒരു 7 സീറ്റിലെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ള തന്ത്രമായിരുന്നു അദ്ദേഹം അവസാനം പിണറായി വിജയന് കൊടുത്തത്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി BJPക്കാർ മാർക്സിസ്റ്റ് പാർട്ടിക്കോ വോട്ട് ചെയ്യാൻ സാധ്യതയില്ലെന്നെങ്കിലും അവരുടെ കേഡർ പാർട്ടി സംവിധാനം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നുള്ള ഒരു തന്ത്രമാണ് അമിത്ഷാ പിണറായി വിജയന് കൊടുത്തത്. അതേപോലെ 35 സീറ്റിൽ മാത്രമാണ് BJP ഇവിടെ കേരളത്തിൽ കൃത്യമായി പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് അവരുടെ തന്നെ വിശകലനമുണ്ട്. ബാക്കി 105 സീറ്റുകളിൽ നിർജ്ജീവമായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഒരു ഭാഗം ആളുകൾ CPMന് വോട്ട് ചെയ്യണമെന്നോ നിർദ്ദേശം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് അനൗദ്യോഗികമായി നമുക്ക് കിട്ടുന്ന വിവരം. ഇത് അമിത്ഷായുടെ തന്ത്രത്തിൻ്റെ ഘട്ടമാകണം. കാരണം ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വരാതെ ഇരുന്നാൽ CPM അധികാരത്തിൽ വരും. അങ്ങനെ വന്നാൽ തുടർന്നുള്ള ഭരണത്തിൽ ഇതോടൊപ്പം തന്നെ BJP കുറേ സീറ്റുകൾ വിജയിക്കും. തുടർന്ന് CPM നേതാക്കന്മാരെയെല്ലാം
ഓരോ കേസിൽ കുടുങ്ങിക്കിടക്കുന്ന നേതാക്കന്മാരെയെല്ലാം അകത്താക്കി പിന്നീട് BJPക്ക് അധികാരത്തിൽ വരാമെന്നുള്ള തന്ത്രമാണ് അവർ പ്രയോഗിക്കാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ള വിവരമാണ് നമുക്ക് അടിത്തട്ടിൽ നിന്നുള്ള ഇലക്ഷൻ പാറ്റേൺ പ്രകാരം കിട്ടിയിട്ടുള്ളത്. ഈ BJP നേതൃത്വം വിലയിരുത്തുന്ന പോലെ 6 സീറ്റ് 7 സീറ്റിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ നമുക്ക് കിട്ടുന്ന വിവരം നേമത്താണെങ്കിലും കട്ടാക്കടയാണെങ്കിലും കഴക്കൂട്ടമാണെങ്കിലും വട്ടിയൂർക്കാവാണെങ്കിലും ചാത്തന്നൂർ ഞാൻ പറയുന്നില്ല, കിട്ടിയ വിവരം കിട്ടിയിട്ടില്ല. എന്നാൽ തൃശ്ശൂരാണെങ്കിലും പാലക്കാടാണെങ്കിൽ പോലും അതേപോലെ മഞ്ചേശ്വരത്താണെങ്കിൽ പോലും ഈ BJPയിലെ ഒരു വിഭാഗം ആളുകൾ മറിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. തോട്ടത്തിൽ രവീന്ദ്രൻ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ള വിവരമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 35 സീറ്റിൽ കൃത്യമായിട്ട് BJP പ്രവർത്തിക്കുമ്പോൾ തന്നെ എല്ലാ സ്ഥലത്തും ഇപ്പോഴുള്ള നേതൃത്വത്തോട്, അതായത് മുരളീധരനോടും അതോടൊപ്പം തന്നെ സുരേന്ദ്രനോടുള്ള വിയോജിപ്പ് കാരണം ഒരു വിഭാഗം ആളുകൾ സംഘടിതമായി വോട്ട് ചെയ്തു എന്നുള്ള കൃത്യമായ വിവരം ക്രൈമിന് കിട്ടിയിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിൽ ആ അട്ടിമറി നടന്നതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പല ആളുകളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാകട്ടെ അതുപോലെ കേരളത്തിലാകട്ടെ ഈ ശബരിമല ഇഷ്യൂ വലിയ ആളി കത്തിയപ്പോൾ, അവസാന ദിവസം ആളി കത്തിയപ്പോൾ BJPയിൽ തന്നെ ഒരു വിഭാഗം സ്ത്രീകളടക്കം കോൺഗ്രസിന് കുത്താൻ തീരുമാനിച്ചു. ഈ വിധത്തിലുള്ള മറുതന്ത്രങ്ങൾ വന്നുകൊണ്ടാണ് BJPയിൽ തന്നെയുള്ള തന്ത്രങ്ങൾ നെഗറ്റീവായിട്ട് വന്നതുകൊണ്ടാണ് BJP ഇത്രയും സീറ്റുകൾ വിജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിവരം ക്രൈം മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാലും 5 സീറ്റിൽ അവർ വിജയിക്കും എന്നുള്ള ഒരു ധാരണയാണ് ക്രൈമിലുള്ള. മാക്സിമം ഇല്ലെങ്കിൽ 3 സീറ്റിലെങ്കിലും അവർ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും ക്രൈം വിലയിരുത്തുന്നു. അത് ഒന്ന് തിരുവനന്തപുരത്തെ നിയമം സാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടും ആവാമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനം ചാത്തന്നൂർ അവർ വിജയിക്കാൻ എല്ലാ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. അതുപോലെ മഞ്ചേശ്വരത്ത് വിജയിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ തൃശ്ശൂരിലും വിജയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പാലക്കാട് വിജയിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ള വിവരമാണ് അവസാന നിമിഷങ്ങളിൽ കിട്ടിയിട്ടുള്ളത്. എന്തായാലും മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ തന്നെ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഒരു സീറ്റിൽ തന്നെ നേമത്ത് പരാജയപ്പെടുകയാണ്. സുരേന്ദ്രൻ നിർബന്ധമായി മഞ്ചേശ്വരത്ത് വിജയിക്കുമെന്നുള്ളൊരു കണക്കൂട്ടലാണ് ക്രൈമിനുള്ളത്. എന്തായാലും കേരളത്തിലെ സമവായിക്കങ്ങൾ മാറിമറിയും. അതേപോലെ ഇത്തവണ അടിയൊഴുക്കുകളും അതേപോലെ അന്തർധാരകളും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പല അന്തർധാരകളും നടന്നിട്ടുണ്ട്. ഈവൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോലും അന്തർധാര വന്നിട്ടുണ്ട്. കാരണം അവരെ പല മേഖലകളിലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒഴുകി UDFന് വോട്ട് ചെയ്തു എന്നുള്ള വിവരം പല ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. കാരണം പല നേതാക്കന്മാരെയും ഒഴിവാക്കിയപ്പോൾ അവിടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ അനുയായികൾ കൃത്യമായി പിണറായി വിജയനുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി പല ഭാഗത്തും UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ മത്സരങ്ങളും ഇത്തവണത്തെ ഇലക്ഷൻ്റെ റിസൾട്ടുകളും നമ്മൾ ഈ കേൾക്കുന്നതല്ല സത്യം എന്നുള്ളതാണ് വരാൻ പോകുന്നത് എന്നാണ് ക്രൈമിന് മനസ്സിലാക്കുന്നത്. നമ്മൾ പല CPM ഒരു വിലയിരുത്തുന്നുണ്ട്, CPI വിലയിരുത്തുന്നുണ്ട്, കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്, ലീഗ് വിലയിരുത്തുന്നുണ്ട്, BJP വിലയിരുത്തുന്നുണ്ട്, അതിൽ ഇന്റലിജൻസ് സർവേ ഒക്കെ ഉണ്ട്. ഇതിനല്ലാത്ത അന്ന് അടിത്തട്ടുള്ള ഒഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അത് എത്രമാത്രം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കണ്ടതാണ്. മെയ് 2-ാം തീയതി വരെ കാത്തിരിക്കും. ഇതുവരെ ക്രൈം പല സർവേകളുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഒന്നും ശരിയാവണമെന്നില്ല എന്ന് പ്രത്യേകം പറയുകയാണ്. കാരണം നമുക്ക് കിട്ടുന്ന വിവരം വെച്ചിട്ട് പല ഭാഗത്തും അന്തർധാരകളും അടിയൊഴുക്കുകളും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മറ്റൊരു പാർട്ടികൾക്ക് മാറിക്കുത്തിയിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്ക് കുത്താതെ BJP പല സ്ഥലത്തും മാറിക്കുത്തിയിട്ടുണ്ട്, CPM കുത്തിയിട്ടുണ്ട്. എന്നാൽ UDFന് അത്തരം പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായിട്ടില്ല. അവരൊറ്റക്കെട്ടായി നേരിട്ടു എന്നുള്ള വിവരം കൂടി പല ഭാഗത്തുനിന്ന് ചിലർ ഒറ്റപ്പെട്ട കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ അവിടെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും വ്യാപകമായ രൂപത്തിൽ സ്ത്രീകളടക്കം CPMനടക്കം ബാബുവിന് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നമുക്ക് ഇത്തവണത്തെ ഇലക്ഷൻ്റെ റിസൾട്ട് മെയ് 2-ാം തീയതി കൃത്യമായി റിസൾട്ട് വരാതെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് BJPയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു വിശകലനം മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.